ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പാർക്കിലൈൻ ഇരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാൻ കണ്ടൊരു മൂവീനെ പറ്റിയിട്ട് ചുമ്മാ ഒരു റിവ്യൂ പറയാമെന്നുള്ളത്. അപ്പോൾ ഏതാ മൂവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പന്നല്ലേ, എമ്പുരാൻ മൂവീനെ പറ്റിയിട്ടില്ല ഇപ്പോൾ കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളൂ. കാരണം ഒരു മലയാളി നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ. അതായത് എമ്പുരാൻ എന്ന മൂവി അത്ര ഹിറ്റായി. കാരണം നമ്മുടെ സൗത്ത് ഇന്ത്യ, അത് നോർത്ത് ഇന്ത്യനെ നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ തമിഴും തെലുങ്കാണ് പൊതുവെ ഈ ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ആ പടങ്ങളൊക്കെയാണ് അത്രയും ഹിറ്റാക്കി അവരെടുക്കുന്നത്. ബിഗ് ബഡ്ജറ്റ് മൂവീസാണ്. ഇപ്പോൾ രാജമൗലി പോലുള്ള സംവിധായകന്മാരുടെ വലിയ വലിയ മൂവീസൊക്കെ തന്നെയാണ് ബിഗ് ബഡ്ജറ്റ് മൂവീസ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൽ നമ്മുടെ ലാലേട്ടൻ്റെ, പൃഥ്വിരാജിൻ്റെ പോലുള്ള മൂവികൾ ബിഗ് ബഡ്ജറ്റ് അല്ലെങ്കിൽ അത് ബ്രഹ്മാണ്ഡ ചിത്രം എന്ന പേരിൽ അല്ല, അപ്പോൾ അത് ബ്രഹ്മാണ്ഡ ചിത്രമായി മാറുമ്പോൾ നമുക്ക് മലയാളികൾക്ക് നമുക്ക് സന്തോഷിക്കാവുന്നൊരു സമയം തന്നെയാണ്. പിന്നെ എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒരുപോലെ തന്നെയാണ്. അതിപ്പോൾ സിനിമയായാലും ഒരു വ്യക്തിയെ പറ്റിയിട്ടാണെങ്കിലും അവിടെ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ ചിത്രത്തിന് ഒരുപാട് നല്ലതുണ്ട്, ചീത്തതുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് കൂടുതൽ പോസിറ്റീവ്സ് ആണ് എല്ലാവർക്കും പറയാനുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ സിനിമയിൽ എന്തൊക്കെയാണ് പ്ലസ് പോയിൻറ്റ്സ്, എനിക്ക് തോന്നിയ പ്ലസ് പോയിൻറ്റ്സും എനിക്ക് തോന്നിയ മൈനസ് പോയിൻറ്റ്സും എന്തൊക്കെയാണ് ഞാൻ ഒന്ന് പറയാം. അതായത് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ സിനിമയിൽ ഈ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി ഒരു നടൻ നിലയ്ക്ക് ഓൾറെഡി കഴിവ് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൂസിഫർ പോലുള്ള സിനിമ മുതൽ ലൂസിഫറും ഇപ്പോൾ എമ്പുരാനും നല്ലൊരു ഡയറക്ടറാണെന്നുള്ളതും തെളിയിച്ചു അല്ലേ. അങ്ങനത്തെ ആ കഴിവ് കൂടി തെളിയിച്ചിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ പൃഥ്വിരാജിൻ്റെ അഭിനയം, അതായത് ഇതെല്ലാം ഒരുമിച്ച് ചെയ്യണ്ടേ, അഭിനയിക്കണം, ഡിറക്ഷൻ എല്ലാം ഒരു കഴിവ് തന്നെയല്ലേ. പിന്നെ അതേപോലെ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഹൈപ്പ് ഭയങ്കരമാണ്. സിനിമയ്ക്കായാലും സിനിമയിലെ കഥാപാത്രങ്ങൾക്കായാലും വളരെ നല്ല രീതിയിലുള്ള ഹൈപ്പാണ് ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. അതായത് മൊത്തത്തിൽ കാണുമ്പോൾ തന്നെ ഒരു ഹോളിവുഡ് മൂവി കണ്ടിരിക്കുന്ന ഒരു രസമാണ് ഈ സിനിമയ്ക്കുള്ളത്. ഇപ്പം ഞാനിവിടെ US-ലാണ് ഈ മൂവി കണ്ടത്. US-ൽ ഫസ്റ്റ് ദിവസം തന്നെ സിനിമ ഞങ്ങൾ തിയേറ്ററിൽ വന്നു, ഇവിടെ അടുത്തന്നെ തിയേറ്ററിൽ വന്നു. ഞങ്ങളെല്ലാവരും മലയാളി ഈ സിനിമ തിയേറ്ററിലിരുന്ന് കാണുന്ന ഒരു സിനിമയാണ് കേട്ടോ. തിയേറ്ററിൽ കാണുമ്പോഴാണ് ഈ സിനിമയുടെ ഒരു എന്താ പറയുക, ആ ഒരു ഇത്രയും രസമുള്ളൊരു മൂവിയാണെന്ന് മനസ്സിലാവുക. അതായത് നിങ്ങൾ OTT പ്ലാറ്റ്ഫോമിലൊന്നും ഈ സിനിമ കാണാൻ നിൽക്കരുത്. ഇപ്പോൾ അതൊക്കെ പിന്നീട് വരുമ്പോൾ വീണ്ടും രണ്ടാം വട്ടമൊക്കെ കണ്ടോളൂ. പത്ത് പോയിരുന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പഞ്ചമുഖ കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ലാലേട്ടൻ്റെ എൻട്രി ഒന്നും പറയാതിരിക്കാൻ വയ്യ. കാരണം പല നേരത്തും ലാലേട്ടൻ അവിടെ ഒരു നിശബ്ദത, അതായത് ഭയങ്കര സൈലൻ്റായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ലാലേട്ടന് ഡയലോഗ്സൊക്കെ കുറവാണെന്ന്. എന്തിനാ ഡയലോഗ്സ്? ആ നോട്ടം, ആ നിപ്പ്, അത് മതി, അതാണ് കാര്യം. പിന്നെ അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ അടുത്തത് മഞ്ജു വാര്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നടിയാണ്. മഞ്ജു വാര്യർക്കും ആ സിനിമയിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പൊതുവേ നായകന്മാർക്കാണ് സിനിമയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളം സിനിമയിലൊക്കെ. പക്ഷേ ഈ പടത്തിൽ മഞ്ജു വാര്യർക്കും അതേപോലെ തന്നെ നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിൽ മൊത്തത്തിൽ ഒരു ഹോളിവുഡ് മൂവി കണ്ടിരിക്കുന്ന ഒരു ഫീല് തന്നെയാണ് നമുക്ക്. അതായത് കുറേ ഭാഗത്തൊക്കെ എങ്ങനെയെങ്കിലും ഇതൊക്കെ പോവെങ്കിൽ പോലും നമുക്കെന്ന് വെച്ചാൽ മൊത്തത്തിൽ പടം ഒരു അടിപൊളിയാണ്. അതായത് നമുക്കവിടെ മൊത്തം ഇരുന്ന് കണ്ടിരിക്കാൻ നമുക്ക് തോന്നും. അതായത് എവിടെ നിന്നൊക്കെയോ ഫൈറ്റ് സീനാണെങ്കിലും അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റോറി ആണെങ്കിലും എല്ലാ അഭിനയിച്ചവരൊക്കെ ഒന്നിനൊന്ന് മെച്ചം, അങ്ങനത്തെ രീതിയിലുള്ള അഭിനയമാണ്. അപ്പോൾ എല്ലാം കൂടെ നല്ലൊരു പോസിറ്റീവ് തന്നെയാണ് സിനിമയ്ക്കുള്ളത്. നമുക്കതിൻ്റെ കുറച്ച് നെഗറ്റീവ് പോയിൻറ്റ്സ് പറയാം. ഈ നെഗറ്റീവ് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നിയത് ഇപ്പോൾ ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത് പോലുള്ള നായകന്മാർക്കൊന്നും അവർക്ക് വിചാരിച്ച അത്ര ഒരു സ്ക്രീൻ സ്പേസ് കൊടുത്തില്ലാന്ന് തോന്നിപ്പോയി. അത് കുറച്ചുകൂടി കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അനാവശ്യമായിട്ട് കുറേ കഥ കയറിയ പോലെ എനിക്ക് തോന്നി. പിന്നെ ചില ഭാഗത്തൊക്കെ ഒന്ന് ഭയങ്കര നീട്ടി വലിച്ചു പോണ പോലെ തോന്നി. അങ്ങനത്തെ എന്തൊക്കെ ഒരു ചെറിയ വ്യത്യാസങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ഇവർ ഈ സ്റ്റോറിയിൽ ഫസ്റ്റ് നമ്മുടെ ഗുജറാത്ത് കലാപമൊക്കെ അവർ കറക്റ്റായിട്ട് കാണിച്ചു തന്നില്ല. അപ്പോൾ അതൊക്കെ കാണിക്കുമ്പോഴല്ലേ നമ്മൾ അറിയാത്തവർക്ക് മനസ്സിലാക്കണമല്ലോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ സ്റ്റോറി ഇങ്ങനെ പോകുന്നതെന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കുറച്ച് ചെറിയ തെറ്റുകൾ. പിന്നെ അടുത്ത് നമ്മളിതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് പോവുകയാണെങ്കിൽ വളരെ അടിപൊളി തന്നെയാണ്. കാരണം ഇതിൽ സുജിത് വാസുദേവൻ്റെ ഛായാഗ്രഹണം വളരെ മികച്ച തന്നെയാണ്. അതേപോലെ തന്നെ ദീപക് ദേവിൻ്റെ പശ്ചാത്തല സംഗീതം, ഇതിലെ ഓരോ ഇതും ഇന്ന് നല്ല രസമായിട്ടാണ്. എമ്പുരാനെ എന്നുള്ള സോങ്ങൊക്കെ എന്ത് രസമാണ് കേട്ടിരിക്കുന്നത്. കാരണം അത്ര ഓവറാക്കിയിട്ടില്ല, അതായത് പാകത്തിന് മാത്രമാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതായത് വല്ലാതെ ഓവറാക്കി പാട്ടൊന്നും ഇങ്ങനെ കുറേ കൊടുത്തിട്ടൊന്നുമില്ല. അത് പിന്നെ അതേപോലെ തന്നെ ക്ലൈമാക്സ് സോങ്ങൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലൂസിഫർ 3ലേക്കുള്ള ഒരു ഇനി അടുത്തത് മോഹൻലാലിൻ്റെ അടുത്ത ചെറുപ്പകാലം മോഹൻലാലിൻ്റെ സ്റ്റോറിയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ ഇട്ടുകൊടുത്തു. അതൊക്കെ നന്നായിട്ടുണ്ട്, വളരെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഈ സിനിമ നല്ല ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ നല്ലൊരു മൂവിയാണ്, കണ്ടിരിക്കാനുള്ള മൂവി തന്നെയാണ്.
അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പോൾ നമുക്ക് വേറൊരു മൂവി ആയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള വേറെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിലെല്ലാവർക്കും ബൈ ബൈ.